നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻ ഫ്രൈ ആണ്. ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ തന്നെ, ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി ഒരു സൂപ്പർ ഒരു ഒന്നൊന്നര മീൻ ഫ്രൈ നമുക്ക് ഉണ്ടാക്കാം. കേരമീൻ, ചൂര, മോത പോലെയുള്ള മീനാണ് ഈ മീൻ ഫ്രൈ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യം. അതാകുമ്പം അധികം ഫ്ലഷും ഉണ്ടാകും, ഫ്ലഷ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനും പറ്റും. പിന്നെ കുറച്ച് മുറുക്കമുള്ള മീനായിരിക്കും, അപ്പോൾ ഫ്രൈ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാം കേരമീൻ അച്ചാറിനൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കീറി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് മുളകൊക്കെ തേച്ച് വയ്ക്കില്ല, അതുപോലെ ഒരു 10-20 മിനിറ്റ് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് മൺചട്ടിയിൽ ഫ്രൈ ചെയ്യാം. മൺചട്ടിയിലാകുമ്പം കുറച്ചധികം വെളിച്ചെണ്ണയും വേണ്ടി വരും, പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ടൈമും വേണ്ടി വരും, പിന്നെ മുരിഞ്ഞ് കിട്ടാനും അല്പം പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ മീൻ ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നിരത്തി വെച്ചിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ടൊന്ന് നിരത്തി വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പം ഉപ്പും കായൊക്കെ കുറച്ച് കൂടുതൽ, അതായത് മുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും മൊരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. കാരണം ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്ത ആ പുരട്ടി വെച്ചിരിക്കുന്ന മുളക് പൊടിയൊക്കെ കരിഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് മീനൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് കാരണം നമുക്ക് ഫ്രൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ ചിക്കി ഇളക്കി വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പം മീഡിയം ഫ്ലെയിമിൽ പെട്ടെന്ന് ഇത് മൊരിഞ്ഞ് കിട്ടും. പിന്നെ കുറച്ച് മുറുക്കോള മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞും കിട്ടിയിട്ടാ. അപ്പം നമുക്ക് ഇഷ്ടമനുസരിച്ച് അധികം മൊരിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്രയും നേരം ഇട്ടൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അധികം മൊരിയണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതനുസരിച്ച് ഫ്രൈ ചെയ്താൽ മതിയാവും. ഇവിടെ മീൻ കുറച്ച് അധികം മൊരിയണം, അത് കാരണം ഞാൻ ഒരുവിധം ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ചതച്ച പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചതച്ച കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തതാണ്, നന്നായിട്ട് പൊടിച്ചെടുത്തതല്ല ഇത് രണ്ടും. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്വാദ് അല്ലാത്തൊരു സ്വാദാണ് ഈ പെരിഞ്ജീരകവും കുരുമുളകും ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ സവാള കുറച്ച് അധികം ചേർക്കണേന് നല്ലത്. അപ്പോൾ ഒരു സവാളയോ അല്ലെങ്കിൽ 1.5 സവാളയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്ത് ഞാൻ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയാണ് ചേർക്കാനുള്ളത്. കുറച്ച് അധികം വേപ്പില ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ സവാളയും വേപ്പില ഇടുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് വരുന്നത് സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ഞാൻ ഇതിനു മുമ്പ് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ബോൺലെസ് ചിക്കൻ ഫ്രൈഡേയും ബീഫ് ഫ്രൈഡേയും വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോക്കൊപ്പം കൊടുക്കാം. നമ്മൾ സവാള ഇട്ടിട്ട് സവാളയ്ക്ക് വേണ്ട ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ ഉപ്പ് ഇതിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ഇത് ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറവൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ഉപ്പൊട്ടും ചേർത്ത് കൊടുത്തില്ല കേട്ടോ. ഇനി ഇതിന് കുറച്ചും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതൊന്നും ചേർത്ത് കൊടുത്തില്ല. ഈ കളർ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. ഇതൊരു മീൻ ഫ്രൈ ആയതുകൊണ്ട് നമുക്കിതൊരു മൺചട്ടിയിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പരന്ന മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇത് അല്പം ഒന്ന് ചൂടാക്കിയിട്ട്, ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തൊന്ന് തുടച്ച് കളയുന്നുണ്ട്. ഇതിനു മുമ്പ് കുക്ക് ചെയ്ത സാധനത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്കിത് ഈ മീൻ മസാല ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ ഉണ്ടാക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇതൊരു സിമ്പിൾ റെസിപ്പി ആയത് കാരണം നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പം വിശ്വസിക്കില്ല. പക്ഷേ നിങ്ങളിത് ഉണ്ടാക്കി തന്നെ നോക്കണേ. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്